Hi all, good morning and welcome to BGG 172 Language and Linguistics ന്റെ നമ്മുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്ന് ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നുണ്ട്. അപ്പൊ 4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും വരാൻ ചാൻസസ് ഉള്ള അല്ലെങ്കിൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് മെയിൻ ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം നോക്കുന്നത്. ആദ്യം ഞാൻ 2023 ഡിസംബർ, അതായത് തൊട്ട് മുന്നേ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ 100 മാർക്കിനാണ് കേട്ടോ എക്സാം വരുന്നത്. 36 മാർക്കാണ് പാസ് മാർക്ക് എന്നാണ്. 40 എങ്കിലും വേണം, ആ രീതിയിൽ നിങ്ങൾ കണക്കാക്കിക്കോല. അപ്പൊ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, സെക്ഷൻ എയില് അറ്റംപ്റ്റ് എനി ടു ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 150 വേർഡ് ഈച്ച്. അതായത് 10 മാർക്കിന് കണക്കാക്കി 4 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 എണ്ണം നിർബന്ധമായിട്ടും എഴുതണം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ദ യൂണിക്നെസ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കാണുന്നില്ല? ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, കാണുന്നില്ല? ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കുന്ന കാണുന്നില്ലേ? പറഞ്ഞേ, ആരെങ്കിലും പറഞ്ഞേ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നില്ല ആണോ? പോയിട്ട് ഇപ്പോഴോ? ഇപ്പൊ കാണാവോ? ഇപ്പൊ കാണാവോ? ഓക്കെ. അപ്പൊ ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ദ യൂണിക്നെസ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ഞാൻ ഓൾറെഡി എവിടെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഫ്രീ ക്ലാസ് ആയിട്ട് യൂട്യൂബ് കിടപ്പുണ്ട്, കാണാം കേട്ടോ. ഇത് നോക്കിയ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വവൽസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. വവൽസിനെ പറ്റിയിട്ട് 10 മാർക്കിനാണ്. വവൽസ് AEIOU നമ്മുടെ വവൽസിനെ പറ്റിയിട്ട്. ഹൗ ഡു സ്ട്രെസ് പാറ്റേൺ ഇൻ വേർഡ് ചേഞ്ച് അക്കോർഡിംഗ് ടു ഗ്രാമറ്റിക്കൽ ഫംഗ്ഷൻ. ഗ്രാമറ്റിക്കൽ ഫംഗ്ഷൻ വഴി സ്ട്രെസ് എങ്ങനെയാണ്, അതായത് ഒരു പാറ്റേൺ, സ്ട്രെസ് പാറ്റേൺ എവിടെ സ്ട്രെസ് കൊടുക്കണം അല്ലെ? ഗോൾഫ് അവിടെ ആ ഗോന്റെ അവിടെ സ്ട്രെസ് കൊടുത്ത്. അപ്പൊ ഗ്രാമർ മാറുന്നതിനനുസരിച്ച് സ്ട്രെസ് കൊടുക്കുന്ന പാറ്റേൺ എങ്ങനെയാണ് മാറുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അനലൈസ് ദ കോൺസെപ്റ്റ് ഓഫ് റിതം ഇൻ കണക്റ്റഡ് സ്പീച്ച്. കണക്റ്റഡ് സ്പീച്ചിലെ റിതത്തിനെ പറ്റിയിട്ടാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത് നോക്കിയേ, ഡിഫറൻഷിയേറ്റ് മോണോതോൺസ് ആൻഡ് ഡിഫ്തോൺസ്, പ്രൊവൈഡ് എക്സാമ്പിൾസ് ഫോർ ദ സ്പെസിഫിക് സൗണ്ട്സ്. കണ്ടോ, മോണോതോൺസും ഡിഫ്തോൺസും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്പെസിഫിക് സൗണ്ട്സിന്റെ എന്താ പറയാ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മോർഫീം? എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോർഫീംസ്. ഓക്കെ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഗ്രാമാറ്റിക്കൽ കാറ്റഗറീസ് അസോസിയേറ്റഡ് വിത്ത് ഇംഗ്ലീഷ് വേർബ്. ഇംഗ്ലീഷ് വേർബുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഗ്രാമാറ്റിക്കൽ കാറ്റഗറീസ്. വാട്ട് ആർ ഡെറിവേഷണൽ പ്രഫിക്സസ്? എക്സ്പ്ലെയിൻ ദ ഇല്ലുസ്ട്രേഷൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ബേസിക് സെന്റൻസ് പാറ്റേൺ ഇൻ ഇംഗ്ലീഷ്? ഡിസ്ക്രൈബ് ദം വിത്ത് എക്സാമ്പിൾ. കേട്ടോ, സെന്റൻസ് പാറ്റേൺസ് ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ അടക്കം എഴുതാനാണ്, 20 മാർക്കിനാണല്ലോ. ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ദ സ്ട്രക്ചർ ഓഫ് വേർബ് ഫ്രേസ്. വേർബ് ഫ്രേസിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ടാണ്. ഡിഫറൻഷിയേറ്റ് കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെന്റൻസസ്. എക്സ്പ്ലെയിൻ ദ റെഫറൻസ് ടു കോർഡിനേഷൻ ആൻഡ് സബോർഡിനേഷൻ ക്ലോസസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2023 ഡിസംബറിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് 2023 ജൂൺ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ നോക്കിക്കേ, 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനിൽ നോക്കിയേ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഓണോമാറ്റോപോയ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. Discuss the difference between syntagmatic and a pragmatic relationship. കണ്ടോ, റിപ്പീറ്റഡ് ആണ്. വാട്ട് ഇസ് മോർഫീം? എക്സ്പ്ലെയിൻ ബൈ. മോർഫീം എന്താന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ബൈ ഗിവിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഓക്കെ. ഇനി മെൻഷൻ 4 ബ്രോഡ് ടൈപ്സ് ഓഫ് സെന്റൻസ് ഇൻ ഇംഗ്ലീഷ്. 4 ബ്രോഡ് ടൈപ്പ് ഓഫ് സെന്റൻസ് ഇംഗ്ലീഷിൽ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിയേ, ഐഡന്റിഫൈ റൂൾസ് ഓഫ് for placement of stress in words with some derivational suffixes. അതായത് ഡെറിവേഷണൽ സഫിക്സസ് കൊടുക്കുമ്പോൾ എവിടെയാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്, അതിന്റെ റൂളുകൾ എന്തൊക്കെയാണെന്ന്. സൈറ്റിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾ, ഡിഫൈൻ ഇൻഫെക്ഷണൽ അഫിക്സസ്.
Okay, discuss how subordination is created in complex sentence. Complex sentence subordination എങ്ങനെയാണ് create ചെയ്യുന്നതെന്ന് പറയാന്. State in how many ways can subordinate clauses be classified. Explain by suitable examples. Okay, how many ways can subordinate clauses, എത്ര രീതിയിൽ subordinate clauses നമുക്ക് classify ചെയ്യാം, അതിൽ ഓരോന്ന്, അതായത് subordinate clausesന്റെ ടൈപ്സ് എഴുതാം, ഓരോന്നിനും എക്സാമ്പിൾ എഴുതാം. How can sentences be transformed into negative and integrative ones? Explain by giving suitable examples. Okay, state the difference between human language and animal communication. Human language and animal communication തമ്മിലുള്ള difference. അടുത്ത question, identify the nature of language variation. What are the reasons for such a variability? Languageന്റെ variation എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ആ വേരിയേഷൻ വരുന്നത്? ഇനി 2022 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നോക്കിക്കേ, എലാബറേറ്റ് ഓൺ ദ ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ്. ഓക്കെ, അനലൈസ് ദ സ്ട്രക്ചർ ഓഫ് സിലബൽ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഓൺ വേർഡ് സ്ട്രെസ്സസ്. എന്താണ് അത്? വേർഡ് സ്ട്രെസ്സിലാണ് ആൻഡ് ഇംഗ്ലീഷ് വൺ സ്റ്റേറ്റ് between the mental, not mentalist, mentalism, allow morphology of വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വേരിയസ് വേർഡ് ബിൽഡിംഗ് പ്രോസസ് ഇൻ ഇംഗ്ലീഷ്. എങ്ങനെയാണ് വേർഡ് ബിൽഡിംഗ് പ്രോസസ് എന്ന്? സൈറ്റിംഗ് എക്സാമ്പിൾസ്. എക്സ്പ്ലെയിൻ ഹൗ ദ നൗൺ ഫ്രേസസ് ആർ സ്ട്രക്ചേർഡ്. നൗൺ ഉള്ള ഫ്രേസ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നതെന്ന് എക്സാമ്പിൾ സഹിതം എഴുതാൻ. ഇനി ഹൗ കോർഡിനേഷൻ ഇസ് ക്രിയേറ്റഡ് ഇൻ കോമ്പൗണ്ട് സെന്റൻസ്. വാട്ട് ആർ ഇറ്റ്സ് സെമാന്റിക് ഇംപ്ലിക്കേഷൻസ്. കണ്ടോ, കോമ്പൗണ്ട് സെന്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ സെമാന്റിക് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. ട്രേസ് ദ ഡെവലപ്മെന്റ് ഓഫ് സ്ട്രക്ചറലിസം ഇൻ ലിംഗ്വിസ്റ്റിക്സ്. സ്ട്രക്ചറലിസത്തിന്റെ ഡെവലപ്മെന്റ് പറയാൻ വേണ്ടിയിട്ട്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് വേരിയേഷൻ. എക്സാമ്പിൾ ബൈ എക്സ്പ്ലെയിൻ ബൈ ഗിവിംഗ് സൂട്ടബിൾ എക്സാമ്പിൾസ്. ലാംഗ്വേജ് വേരിയേഷനും എന്താണ്, ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2022 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. നോക്കിക്കേ, വാട്ട് ആർ ദ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്, ഹൗ ആർ ദേ റിലേറ്റഡ്. ഇനി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്പെല്ലിംഗ് ആൻഡ് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ്. ഇനി വാട്ട് ഇസ് മെന്റ് ബൈ കമ്പയറിംഗ് വേർഡ്സ് വിത്ത് ദ അതർ വേർഡ് ഫീൽഡ് ഓഫ് വേർഡ്സ് വൈൽ റെക്കഗ്നൈസിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. കണ്ടോ, കമ്പാരിസിംഗ് വേർഡ് വിത്ത് അതർ വേർഡ് ഫീൽഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ഇസ് നൗൺ ഫ്രേസ്, എക്സ്പ്ലെയിൻ മെയിൻ ടൈപ്സ്. ഇതും റിപ്പീറ്റഡ് വൺ ആണ് കേട്ടോ. ഇനി ഡിസ്കസ് വേരിയസ് തിയറീസ് ഓഫ് ദി ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജ് എങ്ങനെ ഒറിജിൻ ചെയ്യുന്നത് പല പല തിയറിയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ തിയറികളൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ക്രിട്ടിക്കലി അനലൈസ് ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് മൾട്ടി ലിംഗ്വലിസം ഇൻ ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്നത് മൾട്ടി ലിംഗ്വലിസം ആണ്. അതായത് ഒരു രാജ്യത്ത് ഒത്തിരി, അമേരിക്ക ഒക്കെ ആണെങ്കിൽ മോണോ ലിംഗ്വലിസം, ഇംഗ്ലീഷാണ് അവിടുത്തെ ഭാഷ. പക്ഷെ നമ്മളാണെങ്കിലോ കേരളത്തിൽ മലയാളം, ഒറീസയിൽ ഒഡീഷ, കർണാടകയില് കന്നഡ, അല്ലെ, മൾട്ടി ലിംഗ്വസ് ആണ്. അതിനെപ്പറ്റി explain various word building process in English. Again repeated on a word building process in English. Discuss various grammatical categories associated with the English verb. English verb maitla grammatical categories. Elaborate on basic patterns of sentence in English. Now, basic patterns of sentence in a pattern. What are the different types of verbs in English? Explain how verb phrases is structured. Verb in a pattern. Idum repeated question. Identify properties of human language which make it different from animal communication. Again repeated on human and animal language the difference. Correct questions repeated on. Okay ano? Okay ano? Paranye. ഇതില് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്രീ ക്ലാസ് ആയിട്ട് നോക്കാട്ടോ. അതുപോലെ തന്നെ സ്ട്രക്ചറലിസോ മെന്റലിസോ അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ അതും ഞാൻ യൂട്യൂബില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അണ്ടർസ്റ്റാൻഡിങ് വേരിയബിലിറ്റി.
ഓക്കെ, അതില് ടൈപ്സ് ഓഫ് വേരിയബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. വേരിയേഷൻ എന്താണ്, ടൈപ്സ് ഓഫ് വേരിയേഷൻ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടു. നോക്കിക്കേ, ലാംഗ്വേജ് ദാറ്റ് ഡിഫർ ടു ലാർജ് എക്സ്റ്റെൻസ് ഫ്രം ഈച്ച് അതർ ആർ ജനറലി മ്യൂച്വലി unintelligible and the one that have commonalities are generally mutually intelligible. കണ്ടോ, ലാംഗ്വേജ് ദാറ്റ് ഡിഫർ ലാർജ് എക്സ്റ്റെൻസ്, ഇപ്പം മലയാളവും ഹിന്ദിയും അല്ലെങ്കിൽ മലയാളവും ഫ്രഞ്ചും അൺഇന്റലിജിബിൾ ആണ്. ഒരിക്കലും എന്താണ് മ്യൂച്വലി കണക്റ്റഡ് ഒന്നുമല്ല. നേരെ മറിച്ച് തമിഴ് കുറച്ചുകൂടി മലയാളമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. തമിഴ് വേരിയേഷൻ ആപ്പിലുണ്ട് അല്ലെ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ മലയാളവും തമിഴും എന്തുണ്ട്, കുറച്ചൊരു മ്യൂച്വലി ഒരു നമുക്ക് ഏകദേശം മനസ്സിലാവും. When languages are mutually intelligible, it could be because they have a common lineage or have borrowed and lent words from each other extensively because of close proximity. കേരളം തമിഴ്നാടും അടുത്തടുത്ത് അനുകൂലം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കിയിട്ടുണ്ടാവാം, കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടന്നിട്ടുണ്ടാവും. Given this logic, one would imagine that Mandarin and Cantonese are mutually intelligible because they are both spoken in China. കണ്ടോ, മാൻഡ്രിയനും കാൻറ്റോണീസും രണ്ടും ചൈനയിലാണ്, അവർ അടുത്തടുത്തുള്ളതായിട്ട് കൊണ്ടോ, share the same base alphabet and common writing system, but they are not. The speakers of Mandarin and Cantonese can in fact converse with each other even though both are considered varieties of ചൈനീസ്. നമ്മളൊക്കെ അവിടെ അടുത്തടുത്തായിട്ടാണ്, അല്ല, അവരുടെ ആ ഭാഷകൾ ഉണ്ടാക്കിയവർ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടായിരിക്കാം. ഒന്നുമില്ല, ഇത്രയും മനസ്സിലാക്കാം. ഒരു ലാംഗ്വേജ് മറ്റു ലാംഗ്വേജുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മ്യൂച്വലി കണക്റ്റഡ് ആണെങ്കിൽ അതിനാണ് ഇന്റലിജിബിൾ എന്ന് പറയുന്നത്. ഒരു ബന്ധവും ഇല്ലെങ്കിൽ അത് unintelligible ആണ്. The root cause of mutual unintelligibility between Mandarin and Cantonese is the number of tones that each variety use. കണ്ടോ, അതായത് റൂട്ട് കോസ് മ്യൂച്വലി അൺഇന്റലിജിബിലിറ്റി, ഒരു വ്യത്യാസം ആകെ വരുന്നത് നമ്മുടെ മാൻഡ്രിയന്റെയും കാനോട്ടേസിന്റെയും കേസിൽ അവർ ഉപയോഗിക്കുന്ന ടോണിന്റെ വ്യത്യാസം മാത്രമാണ്. അപ്പൊ വേരിയബിലിറ്റി എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് നമ്മൾ തരം തിരിച്ചിരിക്കുന്നത്, ഇന്റലിജിബിളും അൺഇന്റലിജിബിളും. രണ്ട് ഭാഷയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടെങ്കിൽ ഇന്റലിജിബിൾ എന്നും, ബന്ധം ഇല്ലെങ്കിൽ അൺഇന്റലിജിബിൾ. ഈ ബന്ധം എങ്ങനെ വരുന്നത്, തൊട്ടടുത്ത അതിനെ കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോറോ ചെയ്യുന്നതോ ലെൻഡ് ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കാം വേർഡ്സ് അല്ലെ. മലയാളത്തിലൊക്കെ കുറെ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരുപോലെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. കുറെ വേർഡ്സ് നമുക്ക് തമിഴ് സിനിമയൊക്കെ കണ്ട ഒത്തിരിയൊക്കെ മനസ്സിലാവും. ഓക്കെ, ലാംഗ്വേജ് വേരിയേഷൻ ഇസ് ഓൾസോ ഓഫൺ കാറ്റഗറൈസ് ഇൻ ദ ഫോളോയിങ് ടൈപ്പ്. വേരിയേഷന്റെ ടൈപ്പ് ആ ജസ്റ്റ് പേര് മാത്രം പറയാം. ജോഗ്രഫിക്കൽ റീജിയണൽ വേരിയേഷൻ ഉണ്ട്, സോഷ്യൽ ക്ലാസ് വേരിയേഷൻ ഉണ്ട്, പേഴ്സണൽ വേരിയേഷൻ ഉണ്ട്, കാസ്റ്റ് വേരിയേഷൻ ഉണ്ട്, എത്തനിക് വേരിയേഷനും. ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞേ. മോണോലിംഗ്വലിസത്തിന് ക്വസ്റ്റ്യൻസ് അധികം വന്നില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. വവൽസ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, വവൽസ് ഇൻ ഇംഗ്ലീഷ് കേട്ടോ. Let us look the symbols for the following vowel sound as given in Oxford Advanced Learners Dictionary. ലേണേഴ്സ് ഡിക്ഷണറിയില് അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുത്തിട്ടില്ല വവൽസ് ഏതൊക്കെയാണ്, വവൽ എഴുതുന്ന രൂപമാണ് കേട്ടോ പറയുന്നത്. നോക്കിക്കേ, ഇ കണ്ടോ, ഇങ്ങനെ എഴുതാം. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ, വേറെ നിവർത്തിയില്ല. ഈറ്റ്, ഷീറ്റ്, ടി. ഇന്നൊക്കെ ഐ, ഇൻ, ടിൻ, സ്പിൻ. ഇ, എഡ്ജ്, ജെ കേട്ടോ. എ സൗണ്ട് അവിടെ വരുന്നത്. എഡ്ജ്, ജെം, എ, മെൻ. ഇനി എ, ആഡ്, ഫ്ലാഗ്, ഗ്യാപ്പ്, ആ, ആസ്ക്, ഫ്ലാസ്ക്, സ്റ്റാർ. ഓ, ഓഡ്, ബോക്സ്, പോട്ട്. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഈറ്റ്, ഷീറ്റ്. ഇ എന്നുള്ള സൗണ്ട് ആണ് ഇങ്ങനെ ഐ ഇട്ട് കാണിക്കുന്നത്. ഇനി ഇ, ഇൻ, ടിൻ, സ്പിൻ. ഇനി എ, എഡ്ജ്, ജെം, മെൻ. എ, ആഡ്, ഫ്ലാഗ്, ഗ്യാപ്പ്. ഇനി ആ, ആസ്ക്, ഫ്ലാസ്ക്, സ്റ്റാർ. ഓ, ഓഡ്, ബോക്സ്, പോട്ട്. ഇതെന്തായാലും ഇതിന് വവൽ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് ഒഴിവാക്കാനേ പാടില്ല. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാതെ വേറെ നിവർത്തിയില്ല. ഇനി ദ വവൽ ഐയിൽ വരുന്ന നോക്കിക്കേ. ഈസി, കൺവിൻസ്, ക്വേ, കീ, ഈവൻ, പോലീസ്.
ഇത് എക്സാമ്പിൾസ് മാത്രമായിട്ട് പറയുന്നത്, എന്തായാലും എഴുതി വെക്കേണ്ട എക്സാമ്പിൾസ്. അതിന്റെ കൂടെ വവൽസ് എന്താണെന്ന് എഴുതി വെക്കുക. എ ഇ ഐ ഒ യു, വവൽസും കോൺസ്റ്റനൻസും. അതായത് വവൽ സൗണ്ടും വേണമെങ്കിൽ ഞാനതൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതാണ് എക്സാമ്പിൾ ആയിട്ട് എഴുതുക, വിത്ത് എക്സാമ്പിൾ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓക്സ്ഫോർഡ് ലേണേഴ്സ് ഡിക്ഷണറിയിൽ സിമ്പലും കീവേഡുമായിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് വവൽസ് ആണ് നോക്കിയിട്ടുള്ളത്. ഇത് കണക്കന്നെ നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഇത് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഇനി അടുത്തതാണ് സിലബൽ. സിലബൽ എന്താന്നുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. ഇപ്പൊ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4 ഉണ്ട്. 4 സെറ്റ് ആയിട്ടാണ്. എയർ, ഇയർ, ഐ ഓ, ബി, ഡേ, ഗോ, ഹേ, ജോയ്, ആം, ഈറ്റ്, എയ്റ്റ്, ഐസ്, ഓയിൽ, ബീറ്റ്, കോൾ, ഡിൻ, ഫെച്ച്, ഗെയിം. നോക്കിയേ, all the words have only one vowel sound each. ഇതിലെല്ലാത്തിലും ഒരു vowel sound ഉള്ളൂ. Now let us look the difference between the word in each set. The example സഹിതം എഴുതാണ് കേട്ടോ, സിലബൽ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. In set 1, the words have only one vowel and no consonant. Set 1 one vowel soundും no consonants ആണ് കേട്ടോ. എയ, ഇയ, ഐ ഓ. കോൺസണൻസ് എ ഇ ഐ ഒ യു ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള സൗണ്ട്സിനെയാണ് കോൺസ്റ്റനൻസ്. ബ, ഡ, ഖ, മ, ന, ഇതൊക്കെ കോൺസ്റ്റനൻസ് ആണ്. അപ്പൊ സെറ്റ് 1 വവൽ മാത്രമേ ഉള്ളൂ, ഒരു കോൺസണൻസും ഇല്ല. എയ, 6 സൈലന്റ്. എയ, ഇയ, ഐ ഓ. അതാണ് പറയുന്നത് സെറ്റ് 1 വേർഡ്സ് ഹാവ് വൺ വവൽ, നോ കോൺസണന്റ്. ഇൻ സെറ്റ് 2 the words have one consonant at the beginning and ending vowel. ഇനി സെറ്റ് 2 ഒരു കോൺസണന്റ് തുടക്കത്തിലും ബാക്കി വവലും ആണ്. ബി, ബി ഉണ്ട്, ഇ, ഡേ, ഡി ഉണ്ട്, എ, ഗോ, ഗ, ഓ, ഹ, എ, ജ്, ഓ. ജോയ്. സെറ്റ് 2 എന്താണ്, ഒരു കോൺസണന്റും ഒരു വവലും. സെറ്റ് 1 ഒരു വവല് മാത്രം. In set 3, on the other hand, the word begin with a vowel and end with a consonant. സെറ്റ് 3 ആണെങ്കിൽ വവലോണ്ട് തുടങ്ങി കോൺസ്റ്റന്റ്. സെറ്റ് 2 എങ്ങനെയാണ്, കോൺസ്റ്റന്റ് തുടങ്ങി വവലോണ്ട് അവസാനിക്കുന്നു. ആം, ഈറ്റ്, എയ്റ്റ്, ഐസ്, ഓയിൽ. ഇനി in set 4, words have a consonant each at the beginning and in the end and a vowel in center. കോൺസ്റ്റന്റ് ബിഗിനിങ്ങിലും ഉണ്ട്, എൻഡിലും ഉണ്ട്, വവല് നടുവില്. ബീറ്റ്, കോള്, ഡിൻ, ഫെച്ച്. Okay, you must have noticed that though some words to have no consonants, example set 1, all the words have a vowel. എല്ലാ ഈ 4 സെറ്റ് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ പോലും വവൽ ഉണ്ട്. ഒറ്റ സെറ്റ്. ഹലോ, എങ്ങോട്ട്? ഏത് കുട്ടികളാണ്? ഏത് കുട്ടികളായിരുന്നു?
ക്ലിനിക്കിന്നായിരുന്നേ, ഒരു അർജന്റ് കോളാണ്, അതാണ് എടുത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഏത് സെറ്റ് ആയാലും കോൺസ്റ്റന്റ് ഇല്ലാതെ പറ്റില്ല എന്നാണ്. ദസ് ഈവൻ ദ ഷോർട്ടസ്റ്റ് വേർഡ് മസ്റ്റ് ഹാവ് എ വവൽ സൗണ്ട്, ദോ ഇറ്റ് മേ ഓർ മേ നോട്ട് ഹാവ് എ കോൺസ്റ്റന്റ് സൗണ്ട്, ബിക്കോസ് എ വവൽ ഹാസ് ദ ക്യാരിങ് പവർ ഓഫ് സ്പീച്ച്. കണ്ടോ, ഷോർട്ടസ്റ്റ് വേർഡ് മസ്റ്റ് ഹാവ് എ വവൽ സൗണ്ട്. എത്ര ചെറിയ വേർഡ് ആണെങ്കിലും അതിൽ വവൽ സൗണ്ട് ഉണ്ടാവും. അതിന് കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ പോലും നിർബന്ധമില്ല, വവൽ സൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ 4 സെറ്റിന്റെയും പ്രത്യേകത എന്താണ്? ഫസ്റ്റ് സൗണ്ടിൽ വവല് മാത്രമായിരുന്നു, സെക്കൻഡില് തുടക്കത്തിൽ ഒരു കോൺസ്റ്റന്റും പിന്നെ ഒരു വവലും, തേർഡില് ഫസ്റ്റ് വവലും പിന്നെ കോൺസ്റ്റന്റും. പിന്നെന്താണ്? ഫോർത്ത് സെറ്റില് ഫസ്റ്റ് കോൺസ്റ്റന്റും ലാസ്റ്റും കോൺസ്റ്റന്റ്, നടുക്ക് വവല് വരുന്നുണ്ട്. അപ്പം ഷോർട്ടസ്റ്റ് വേർഡ് ആണെങ്കിലും വവൽ ഇല്ലാതെ പറ്റില്ല. Consequently, a syllable which is minimal unit is in the analysis of speech can have only one vowel sound, though the number of consonants before and after the vowel can vary. ഒരു സിലബൽ, ഒരൊറ്റ വേർഡ് പറയുകയാണെങ്കിലും അതിൽ ഒരു വവലെങ്കിലും ഉണ്ടായിരിക്കും. ഇനി അതിന് മുന്നെയോ പിന്നെയോ കോൺസ്റ്റന്റ് വരാം, പക്ഷെ എത്ര ചെറിയ വേർഡ് എടുത്താലും ഒരു വവൽ സൗണ്ട് അതിൽ ഉണ്ടായിരിക്കും. AEIOയുടെ ഒരു വവൽ സൗണ്ട് അതിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ, ഈ പറഞ്ഞത് വരെ ഓക്കെ ആണോ എന്നൊന്ന് പറഞ്ഞേ. Okay. Since the word in all 4 sets above have only one vowel sound, they have only one syllable. Kando. Words in all 4 sets above have only one vowel sound. They have only one syllable. One vowel sound ആണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ്? 1 സിലബിൾ. അപ്പൊ സിലബിൾ തീരുമാനിക്കൽ എങ്ങനെയാണ്? വവൽ സൗണ്ട് അനുസരിച്ചിട്ടാണ്. അപ്പം ഒരു വവൽ സൗണ്ട് ഈ 4 സെറ്റിലുള്ളൂ. അപ്പൊ ഇതിനൊക്കെ ഒരു സിലബിൾ മാത്രമാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ വവൽസ് ഉണ്ടെങ്കിൽ അത്രയും സിലബിൾസ് ഉണ്ട്. അപ്പൊ സിലബിൾസിന്റെ എണ്ണം നോക്കുന്നത്, കണക്കാക്കുന്നത് എങ്ങനെയാണ്? വവൽ സൗണ്ട് വെച്ചിട്ടാണ്. Longer words have many syllables as they have vowel sounds. For example, the word credit, celebrate, education has 2, 3, and 4 vowel sound and therefore 2, 3, and 4 syllables respectively. കണ്ടോ, ഒന്നിലധികം വവൽ സൗണ്ട് എത്രയാണോ വേണ്ടത്. ഇപ്പം ക്രെഡിറ്റില് 2, ക്രേന്റെ ഒന്ന് വന്നിട്ട് ഇ, 2 വവൽ സൗണ്ട്, ക്രെഡിറ്റ്. ആണോ? അപ്പൊ 2 വവൽ സൗണ്ട്. സെലിബ്രേറ്റ് ആണെങ്കിൽ 3 എണ്ണം, എഡ്യൂക്കേഷൻ ആണെങ്കിൽ 4 എണ്ണം. അപ്പൊ എത്ര വവൽ സൗണ്ട് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് എത്ര സിലബൽ ഉണ്ട് എന്ന് തീരുമാനിക്കൽ. As we have said, the number of consonants before and after the vowel in a word of 1 syllable may vary. ഇനി മുന്നേ പിന്നെ എത്ര കോൺസ്റ്റന്റ് ഉള്ളതൊരു പ്രശ്നമില്ല, അത് മാറി മറിഞ്ഞൊക്കെ ഇരിക്കാം. ചിലപ്പോ കോൺസ്റ്റന്റ്, ഇപ്പൊ ഈ ഒരു വേർഡ് എടുക്കാണെങ്കിൽ നോക്കിക്കേ, ക്രെഡിറ്റിന്റെ മുന്നേ കൃ, സി ഉണ്ട്, ആറുണ്ട് അല്ലെ, പിന്നെ ക്രെഡിറ്റ്, ഡി ഉണ്ട്, ടി ഉണ്ട്. അപ്പം 4 എന്ത് വരുന്നുണ്ട്? കോൺസ്റ്റന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാം. പക്ഷെ സിലബലിന്റെ എണ്ണം നമ്മൾ എങ്ങനെയാ കണക്കാക്കല്? എത്ര വവൽ സൗണ്ട് ആണുള്ളത് അതിനനുസരിച്ചിട്ടാണ് സിലബലിൻ്റെത് കണക്കാക്കാം. They could vary from 0 to 3 at the beginning and 0 to 4 at the end. More than one constant at the beginning of a single syllable word from an initial constant cluster. കേട്ടോ, they could vary 0 to 3. ചിലപ്പം തീരെ കോൺസ്റ്റന്റ് ഇല്ലായിരിക്കും, 3 കോൺസ്റ്റന്റ് വരെ വരാം, ബിഗിനിങ്ങിലോ എൻഡിലോ, അല്ലെങ്കിൽ 0 to 4 എൻഡിലോ, അങ്ങനെയൊക്കെ വരാം. More than one constant at the beginning of a single syllable word from an initial constant cluster. അതായത് ഒന്നിലധികം മുന്നേയും വരാം, പിന്നെയൊക്കെ വരാം, അത് പ്രശ്നമില്ല. പക്ഷെ സിലബലിന്റെ എണ്ണം കണക്കാക്കുന്നത് എത്ര വവൽ സൗണ്ട് എന്ന് വെച്ചിട്ടാണ്. ഒരു എക്സാമ്പിൾ നോക്കിയേ, സ്റ്റോപ്പ് ലിസ്റ്റ്. സ്റ്റ് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അത് സ്റ്റ് എന്നല്ല, സ്റ്റ്. ക്രെഡിറ്റ് ആണ് കൃ, എങ്ങനെയാണ് എടുക്കുക നോക്കുക? സ്പ് ഇൻ സ്പീക്ക്, സ്ക്ര ഇൻ സ്ക്രീൻ. More than one constant after a vowel in a single syllable words form a final constant cluster. ഇതിന് ക്ലസ്റ്റർ എന്നാണ് പറയാ. ഇപ്പൊ ക്രെഡിറ്റ് കണ്ടോ, ഇതില് ഒരു ക്ലസ്റ്റർ കൃ, പിന്നെ വവല്, പിന്നെ ഒരു സിംഗിൾ കോൺസ്റ്റന്റ്, പിന്നെയും വവൽ സൗണ്ട്, പിന്നെ ഒരു സിംഗിൾ കോൺസ്റ്റന്റ്. ഇങ്ങനെ കൃ, അതുപോലെ സ്പ്, സ്ക്, സ്ക്ര, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ക്ലസ്റ്റർ എന്നാണ് പറയാം. ഫോർ എക്സാമ്പിൾ, സ്റ്റ് ഇൻ ടെസ്റ്റ്, സ്റ്റ് അത് ലാസ്റ്റിലേക്ക് വന്ന്, ബിൽഡ്, സ്റ്റ് നെക്സ്റ്റ്,
The syllable can thus be analyzed in terms of its parts, that is the vowel and the consonant. അങ്ങനെ സിലബൽ നമ്മൾ കണക്കാക്കുന്നത് വവലും കോൺസ്റ്റന്റ് വെച്ചിട്ടാണ്. വവലാണ് മെയിൻ ആയിട്ട് നോക്കുക. വവലിന്റെ മുന്നേയും പിന്നെയുമായിട്ട് ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് വരാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ക്ലസ്റ്റർ ആയിട്ടും വരാം. Let us look at some words with more than one syllable. ഒന്നിലധികം syllable ഉള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. The word exact, for example, has 2 vowel sound and therefore 2 syllable. കേട്ടോ, exactly 2 vowel sound ആണ് ഉള്ളത്. രണ്ടെണ്ണാണ് വരുന്നത്. അപ്പൊ 2 syllable ആണ് ഉള്ളത്. The first syllable have vowel 1 and consonant G. The second syllable has consonant and the vowel and the final consonant. ഇതൊന്നും വേണമെന്നില്ല കേട്ടോ, നിങ്ങൾ ഇത്രയും എഴുതി വെച്ചാൽ മതി. എക്സാക്ട് എന്നുള്ള വേർഡിൽ എന്തൊക്കെയാണുള്ളത്? 2 syllable ആണ് ഉള്ളത്. എന്തുകൊണ്ടാ? 2 vowels ആണ്. ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. വവൽ സൗണ്ട് എത്ര വരുന്നു അതിനനുസരിച്ചാണ് സിലബൽ എത്ര ഉണ്ടെന്ന് തീരുമാനിക്കുക. വവലിന് മുന്നെയോ പിന്നെയോ ആയിട്ട് എന്ത് വരാം? കോൺസ്റ്റന്റോ കോൺസ്റ്റന്റ് ക്ലസ്റ്ററോ വരാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. വെരി ഗുഡ്. ഇനി ഐഡന്റിഫൈങ് ദ നമ്പർ ഓഫ് സിലബിൾസ് ഇൻ എ വേർഡ്. എത്ര സിലബിൾസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം? ദ നമ്പർ ഓഫ് വവൽ സൗണ്ട് ഇൻ എ വേർഡ് ആർ ഇൻ 1-to-1 correspondence with the number of syllables in that word. കണ്ടോ, എത്ര വവൽസ് ഉണ്ടെന്നാണ് എത്ര സിലബൽ ഉണ്ടെന്ന് തീരുമാനിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. Thus, if there are 2 vowel sound in a word, there are also 2 syllables in that word. ഒരു വേർഡിന്റെ അകത്ത് എത്ര വവൽസ് ഉണ്ട് അത്രയും സിലബിൾസ് ഉണ്ടാവും. നോർമലി ഇറ്റ് ഇസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ദ നമ്പർ ഓഫ് സിലബിൾസ് ഇൻ എ വേർഡ്. നോർമലി അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എത്ര വവൽസ് ഉണ്ടോ അത്രയും സിലബിൾസ് ഉണ്ട്. ഇൻ സം കേസസ് ഹവർ ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ഐഡന്റിഫൈ ദ നമ്പർ ഓഫ് വവൽസ് ഇൻ എ വേർഡ്. ചില കേസുകളിൽ എത്ര വവൽസ് അല്ലെങ്കിൽ എത്ര സിലബിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി ഇഷ്ടമാണ്. ഇൻ സച്ച് കേസസ് വി ഷുഡ് കൺസൾട്ട് ദ ഡിക്ഷണറി. അങ്ങനത്തെ സമയത്ത് നമ്മൾ കൺസൾട്ട് ചെയ്യണം, ഡിക്ഷണറി നോക്കണം എന്നാട്ടോ. ലിസൺ ടു ദ ഫോളോയിങ് വേർഡ് ആൻഡ് ഐഡന്റിഫൈ ദ നമ്പർ ഓഫ് വവൽസ് ആൻഡ് ഹെൻസ് ദ നമ്പർ ഓഫ് സിലബിൾസ് ഇൻ ഈച്ച് വേർഡ്. സ്ട്രീംസ്. സ്ട്രീംസില് 2 ഇയർ. സ്ട്രീംസ്. സ്ട്രീംസ് ഒന്നല്ല വരാ, ഐ തിങ്ക് ഒരെണ്ണം ആണെന്നല്ലേ. 2 ഉണ്ട്. സ്കൈസ്. സ്കൈസ് അല്ല, ഒന്ന് ഫസ്റ്റ് വേർഡ് ആണ് സ്ട്രീംസ്. സ്കൈസ്. ക്ലാസസ്. ക്ലാസസിൽ 2 ഇനി ഫാമിലി. ഫാമിലിയിൽ 3 ഉണ്ട്. ഫാമിലി ട്ടോ. കോറിഡോർ. OIO 3. മിസ്റ്റേക്കിൽ 3 വരുന്നുണ്ട്. ഇനി കാൽക്കുലേറ്റ്. ഒരു എക്സാമ്പിൾ ഇവിടെ കേട്ടോ. ഇറ്റ് ഹാസ് 3 vowel sound. കണ്ടോ, കാ കു ലേ. 3 ഉള്ളൂ. 4 എണ്ണല്ലേ? 4 എണ്ണല്ലേ? കാൽക്കുലേറ്റ് 4 എണ്ണല്ലേ? ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഞാൻ കോപ്പി എടുത്തിട്ടതാണ്. 4 എണ്ണല്ലേ? കാൽക്കു ലേ വരൂല കേട്ടോ, കാരണം അവിടെ ക്ലോസിംഗ് ആണല്ലോ. അപ്പൊ 3 എണ്ണാണ് കേട്ടോ. കാൽക്കുലേറ്റ്. അവിടെ ല് ഈ സൗണ്ട് വരുന്നില്ല. അവിടെ സംസാരിക്കാണ്. അതാണ് കാൽക്കുലേറ്റ്. 3 എണ്ണാണ് വരുന്നത്. ഇനി നോക്കിക്കേ. ഹൗ മെനി സിലബിൾസ് ക്യാൻ ആൻ ഇംഗ്ലീഷ് വേർഡ് ഹാവ്? Listen to some more words and identify the number of syllables they have and you will have got the answer to this question. എത്ര സിലബിൾ വരെ പോവാം എന്നാണ് അടുത്തതിൽ പറയുന്നത്. കുറേ ഉള്ളതുണ്ട് കേട്ടോ. ഇപ്പൊ നോക്കാണ് ഇന്റർണലൈസേഷൻ. ഈ വേർഡിലൊക്കെ ഒത്തിരി 8 വവൽ സൗണ്ട് ഉണ്ട്. 8 or 10 ഒക്കെ മാക്സിമം പറയുന്നത് 8 സിലബിൾ ആണ് നമുക്കൊരു വേർഡില് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്താണ് സിലബിള്? ഒരു പിന്നെ എത്ര വവൽസ് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് സിലബൽ എന്ന് പറയുന്നത്. എത്ര വവൽ സൗണ്ട് ഉണ്ട് ഒരു വേർഡില് അതിനെയാണ് നമ്മൾ സിലബൽ എന്ന് പറയുന്നത്. അതിന് മുന്നെയോ പിന്നെയോ ആയിട്ട് കോൺസ്റ്റന്റ് വരാം. ചിലതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എത്ര സിലബൽ ഉണ്ടെന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ വവൽസ് ഉണ്ടെന്ന് ഒരു വേർഡ് കണ്ടാൽ തന്നെ തീരുമാനിക്കാം. ചിലത് ഡിഫിക്കൽട്ട് ആംസോ നമ്മൾ ഡിക്ഷണറി എടുത്ത് നോക്കണം. മാക്സിമം 8 സിലബിൾസ് വരെയാണ് ഒരു വേർഡിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റുക. ഓക്കെ ആണോ? ഓക്കെ ആണോ?
പറഞ്ഞേ. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈങ് ദ സ്ട്രെസ്ഡ് സിലബിൾ ഇൻ എ വേർഡ്. Identifying the stressed syllable in a word. The syllables in an English word of more than one syllable, one is heard as more prominent than the others because the speaker used breath force and extramuscular energy on that syllable. And syllables in English word of more than one syllable, one is heard as more prominent. കണ്ടോ, ഒന്നിലധികം സിലബൽ അല്ലെങ്കിൽ വവൽ സൗണ്ട് വരുമ്പം ഒന്നിന് മറ്റതിനേക്കാളും സ്ട്രെസ് കൊടുക്കാറുണ്ട്. ബിക്കോസ് ദ സ്പീക്കർ യൂസ് ബ്രെത്ത് ഫോഴ്സ്, അത് അയാളുടെ ശ്വാസത്തിന്റെ ഫോഴ്സ് ഉപയോഗിക്കുന്നതിനെ കൊണ്ടാണ്, കുറച്ച് എക്സ്ട്രാ എനർജി ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒന്നിലധികം സിലബല് കൊടുക്കുമ്പം ഒരു സിലബലിന് കുറച്ചുകൂടെ ഒരു സ്ട്രെസ് കൊടുക്കേണ്ടി വരാറുണ്ട്. ദിസ് ഇസ് നോൺ ആസ് സ്ട്രെസ്ഡ് സിലബൽ. അങ്ങനെ സ്ട്രെസ് കൊടുക്കണം, ശ്രദ്ധിക്കണേ. ഒന്നിലധികം സിലബൽ ഒരു വാക്കിൽ വരികയാണെങ്കിൽ ഒരു സിലബലിന് കുറച്ചധികം സ്ട്രെസ് കൊടുക്കാറുണ്ട്. അതിനെയാണ് സ്ട്രെസ്ഡ് സിലബൽ എന്ന് പറയുന്നത്. Admit, among, activity, business, foreign, police, economics, already, complete, minister, important, below. ഇവിടെ മാർക്ക് ചെയ്യാൻ കേട്ടോ. അഡ്മിറ്റില് അഡ്മിറ്റ് ഏന്റെ അവിടെയാണ്. എമംഗ് ഏൽ തന്നെയാണ്. ആക്ടിവിറ്റി, ബിസിനസ് ഇതിൽ എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. അത് വേണമെങ്കിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് വരുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കാം, എവിടെയാണോ സ്ട്രെസ് കൊടുക്കേണ്ടത്, ഒന്നിലധികം വവൽസ് വരുന്ന സമയത്ത് ഒരു വവലിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കണം. അതിനെയാണ് സ്ട്രെസ്ഡ് സിലബൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്? നമുക്ക് ഒന്നിലധികം വരുന്ന സമയത്ത് കുറച്ച് ബ്രെത്ത് അവിടെ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ മസ്കുലാർ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സിലബലിന് കുറച്ച് സ്ട്രെസ് വരുന്നത്. അങ്ങനെ രണ്ട് സിലബൽ ഉള്ളതും ഒന്നിന് സ്ട്രെസ് കൊടുക്കേണ്ടതായ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇവിടെ സ്ട്രെസ് കൊടുക്കുന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ എന്ന് പറയോ? ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നാണ് സ്ട്രെസ് ഇൻ സെന്റൻസസ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്ട്രെസ് ഇൻ സെന്റൻസസ്. നിങ്ങൾക്ക് വവലിന്റെ കേസ് വന്നാൽ, സിലബൽസിന്റെ കേസ് വന്നാൽ ഇത് മൊത്തത്തിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ ഈ ഒരു ഫസ്റ്റ് വന്ന സിലബലിനെ പറ്റിയ എക്സാമ്പിൾസും കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്ട്രെസ് ആൻഡ് റിതം ഇൻ കണക്റ്റഡ് സ്പീച്ച് കേട്ടോ. അതില് നമുക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് സ്ട്രെസ് ഇൻ സെന്റൻസ്. സെന്റൻസിൽ എവിടെയാണ് സ്ട്രെസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. നോട്ട് ഓൾ ദ സിലബിൾസ് ഇൻ എ വേർഡ് ആർ സ്ട്രെസ്ഡ്. കേട്ടോ, ഒരു വേർഡിലെ എല്ലാ സിലബിൾസും നമ്മൾ സ്ട്രെസ് ചെയ്യൂല. ഇൻസ്റ്റഡ് വി ഹാവ് എ കോമ്പിനേഷൻ ഓഫ് സ്ട്രെസ് ആൻഡ് അൺസ്ട്രെസ്. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെന്റൻസിൽ തന്നെ 2 വവൽസോ 3 വവൽസോ വന്നാൽ ഒന്നിന് മാത്രം നമ്മൾ സ്ട്രെസ് കൊടുക്കും, മറ്റതിന് സ്ട്രെസ് കൊടുക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇൻ ദ സെന്റൻസ് ഷീ സെയ്ഡ് ദാറ്റ് ദ ഗസ്റ്റ് ഹാഡ് ലെഫ്റ്റ്, there are 3 words that are stressed. Said, guest, left. ഈ ഒരു വാക്ക് നോക്കിയേ. She said that guest had left. ഇവിടെ 3 വാക്കിനാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? said, guests, left. കേട്ടോ. The other word she, that, the, had are unstressed. അതല്ലാണ്ട് she, that, the, had ഇത് unstressed ആണ്. This alternation of stressed and unstressed word constitute the essence of rhythm of English speech. ഇങ്ങനെ ഒരു സെന്റൻസിൽ തന്നെ സ്ട്രെസ് ചെയ്തയും സ്ട്രെസ് ചെയ്യാത്ത വാക്കുകളാണ് ആ ഇംഗ്ലീഷ് സ്പീച്ചിന്റെ റിതത്തിനെ തീരുമാനിക്കുന്നത്. Ordinarily, therefore, it would sound rather odd if we were to stress every word in an English sentences. And ordinarily, therefore, it should sound rather odd if we are stressed to every word in an English sentence. Okay, cut the cake. ഇവിടെ കട്ടും കേക്കുമാണ് സ്ട്രെസ്ഡ്, the unstressed ആണ്. Look at the sky. ലുക്കും സ്കൈയും ആണ്. Put it on the floor. Show them what you have bought. ഇവിടെ ഷോയും ബോട്ടുമാണ്. Why did they leave in a huff? കണ്ടോ, why, ലീവ്, ഹഫ് ആണ് സ്ട്രെസ്. അങ്ങനെ ഒരു സെന്റൻസിൽ തന്നെ സ്ട്രെസ്സും അൺസ്ട്രെസ്സും വന്നിട്ട് ചിലതേ നമ്മൾ സ്ട്രെസ് ചെയ്യും, ചിലത് അൺസ്ട്രെസ് ആണ്. അങ്ങനെ ഒരു സെന്റൻസിൽ തന്നെ സ്ട്രെസ്സും അൺസ്ട്രെസ്സും കൂടെ വരുമ്പോഴാണ് എന്ത് ആ ഇംഗ്ലീഷ് പാറ്റേണിന്റെ റിതം
വരുന്നത്. However, please note in connected speech, the stress mark in writing is used on single syllable words also if they are stressed, though this is not the case when they occur in isolation. കണ്ടോ, പിന്നെ നമ്മൾ ഒരു സിംഗിൾ ഇതിലാണ് കാണിക്കുക. പ്ലീസ് നോട്ട് ഇൻ കണക്റ്റഡ് സ്പീച്ച്. കണക്റ്റഡ് സ്പീച്ചിലാണ് സ്ട്രെസ് മാർക്സ് നമ്മൾ ഇങ്ങനെ എഴുതുക. ഇപ്പൊ ഐസൊലേഷനിലാണെങ്കിൽ അത് കാണിക്കേണ്ടതില്ല. അതായത് ഇപ്പൊ കട്ട് ദ കേക്ക്, ആർ യു ഉണ്ടോ, എന്താ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാ? പ്ലീസ് നോട്ട് ഇൻ കണക്റ്റഡ് സ്പീച്ച്. കണക്റ്റഡ് സ്പീച്ചിലെ ഇപ്പം നമ്മൾ നോക്കില്ലേ, കട്ട് ദ കേക്ക്, വിൽ യു, അതൊരു കണക്റ്റഡ് സ്പീച്ച് ആണ്. കട്ട് ദ കേക്ക്, കേക്ക് കട്ട് ചെയ്യൂ, താൻ ചെയ്യുമോ? The stress mark is used on single syllable word also if they are stressed. അതായത് ഇവിടെ കണക്റ്റഡ് ആയിട്ട് എഴുതാണ്. ഞാൻ കാണിച്ചുതരാം. കട്ട് ദ കേക്ക്, ഇതൊരു സെന്റൻസ് ആണ്. എന്നിട്ട് വിൽ യു എന്ന് ഞാൻ എഴുതാണ്. ഇതൊരു സെന്റൻസ് ആയത് കൊണ്ട് തന്നെ ഇത് ഈ വിൽ യു ഐസൊലേറ്റഡ് ആയി കിടക്കുകയാണെങ്കിലും സ്ട്രെസ് കാണിക്കും. സ്ട്രെസ് നമ്മൾ എങ്ങനെ കാണിക്കുക? ഇവിടെ കട്ട് കേക്ക് വിൽ, ഇതിനും നമ്മൾ സ്ട്രെസ് കൊടുക്കണത് കാണിക്കേണ്ടതുണ്ട് കണക്റ്റഡ് സ്പീച്ചിന്റെ കേസിൽ. ഞാൻ പറഞ്ഞത് വ്യക്തമായി ഒന്ന് പറഞ്ഞേ. കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത്, ഇപ്പം കണക്റ്റഡ് സ്പീച്ച് അല്ലേ, അപ്പൊ ഐസൊലേറ്റ് ചെയ്തിട്ടാണ് ഈ വില്യു വരുന്നതെങ്കിലും വില്യുവിന്റെയും സ്ട്രെസ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഈ ഒരു കാര്യം ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി you must have noticed that all the words in these sentences have only one syllable each, and sentences 1 to 4 have 2 stress syllables each, but the number of unstressed syllables between the stressed syllables varies to 1 to 4. കണ്ടോ, ഒന്നോ രണ്ടോ സിലബിൾസ് ഒക്കെയാണ് ഓരോ വാക്കിലും വരുന്നത്. പക്ഷേ എന്ത് വരുന്നുണ്ട്? സ്ട്രെസ്ഡ് സിലബിൾസ് 1 മുതൽ 4 വരെ. ഇപ്പൊ ഫസ്റ്റിലാണ് 2 സ്ട്രെസ്ഡ് സിലബിൾസ് ആണ്, സെക്കൻഡ് വേർഡിലും 2 എണ്ണാണ്, തേർഡില് 2 എണ്ണാണ്, ഫോർത്തില് 2 എണ്ണാണ്, ഫിഫ്തില് 1 2 3. അതായത് ഒരു സെന്റൻസിൽ എത്ര എണ്ണം സ്ട്രെസ് ചെയ്യണം എന്നുള്ളത് മാറി മറിഞ്ഞിരിക്കും. അതായത് ഇത്ര എണ്ണം നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ വേണ്ടി പറ്റൂല. The speaker concentrate on the stress syllables, move quickly from one stress syllable to the next and slurs over the unsaid word in the process. നമ്മൾ ഒന്നിൽ സ്ട്രെസ് കൊടുത്തിട്ട് അതിന് സംസാരിക്കുമ്പോൾ അതിങ്ങനെ വന്നു പോകുന്നതാണെന്നാണ്. സ്പീക്കർ കോൺസെൻട്രേറ്റ് ചെയ്യാണ് സ്ട്രെസ് സിലബിൾസ്, ബാക്കി അങ്ങനെ ഫ്ലോയിൽ വരും, പിന്നെ സ്ട്രെസ് കൊടുക്കും, ഫ്ലോയിൽ വരും, അങ്ങനെയാണ്. ആസ് എ റിസൾട്ട് some of the unstressed words are weakened. For example, in sentence 2, the word at is weakened and pronounced. In sentence 4, the word them were weakened and pronounced m. കണ്ടോ, 4 നോക്കി നോക്ക്. ഷോ എം വാട്ട് യു ഹാവ് ബോട്ട്. കണ്ടോ, ദം അവിടെ എന്തായിട്ടുണ്ട്? വീക്കൻ ആയി പോയിട്ടുണ്ട്. കാരണം ഷോ ദം എന്ന് വരെ പറയാം, ദം വാട്ട് യു ഹാവ് ബോട്ട്. കണ്ടോ, അപ്പൊ ചില സ്ട്രെസ് കൊടുക്കുമ്പം ചിലത് വീക്കൻ ആയി പോകും. അതായത് സ്ട്രെസ് അല്ലാത്തത് അൺസ്ട്രെസ് ആയത് ചിലത് വീക്കൻ ആയി പോകും. കാരണം സ്പീക്കർ സ്ട്രെസ്സിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട്. Let us look at some more sentences which have a combination of words of more than one syllable and words of one syllable. നോക്കിക്കേ, try again, ring me up, I have read it, it's pretty, they wanted it. കാരണം some sentences which have a combination of a word of more than one syllable, ഒന്നിലധികം സിലബൽ വരുന്നത് ഇവിടെ എവിടെയാണ് സ്ട്രെസ് കൊടുക്കാന്നുള്ള. We welcome them, color the walls, polish the floor, look at the blackbird. കണ്ടോ, ഒന്നിലധികം എന്ത് വരാണ്? സിലബൽ വരാണ്. Put up the notice. You must have noticed that all these sentences have different combination of stressed and unstressed syllable and therefore varying rhythms. Can you make a list of sentences according to the stress pattern you have? For example, sentence 1 and 2 have similar stress patterns. That is, they have a stressed syllable, try, ring, followed by an unstressed syllable. ഒന്നിലും രണ്ടിലും ഒക്കെ ട്രൈയും റിങ്ങും ആണ് എന്ത്? സ്ട്രെസ്ഡ്. മീയപ്പും എഗെയിനും എന്താണ്? അൺസ്ട്രെസ്ഡ്. ഇങ്ങനെയാണ്.
അപ്പൊ പറഞ്ഞു വന്നത് സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് ആണ്. അതായത് ഒരു സെന്റൻസ് എടുക്കുമ്പോൾ തന്നെ അതിൽ എന്തുണ്ടാവും? സ്ട്രെസ്ഡും അൺസ്ട്രെസ്ഡും ഉണ്ടാവും. അതാണ് ഒരു ലാംഗ്വേജിന്റെ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ റിതം തീരുമാനിക്കുന്നത്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ ഒരൊറ്റ സിലബലാണ് വരുന്നത്, പക്ഷെ ഒന്നിലധികം സ്ട്രെസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നിലധികം സിലബിൾസ് വരുമ്പോൾ ഉള്ള കുറച്ച് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളും എഴുതി വയ്ക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന്. പറയാമോ ഓക്കെ ആണോന്ന്? സ്ട്രെസ് ഇൻ വേർഡ് സെന്റൻസ് പറഞ്ഞേ. ഓക്കെ ആണോ? അടുത്തത് വേർഡ് ബിൽഡിംഗ് പ്രോസസ് ആണ് കേട്ടോ. ഇതും ക്വസ്റ്റ്യനിൽ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നിർത്താം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാം കേട്ടോ. എനിക്ക് നല്ല ബ്ലോക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തരാം കേട്ടോ. അപ്പൊ വേർഡ് ബിൽഡിംഗ് പ്രോസസ്. Affixing, we have seen that an important part of the English vocabulary is comprised of word taken from Latin, German, French and several other ലാംഗ്വേജ് കേട്ടോ. എഫിക്സിംഗ് ആണ്. നമ്മളൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ഇംഗ്ലീഷ് വൊക്കാബുലറി പല ലാംഗ്വേജിൽ നിന്ന് എടുത്തതാണ്. ലാറ്റിൻ വരുന്നുണ്ട്, ജർമ്മൻ, ഫ്രഞ്ച്, several other language owing to contact with the people speaking these language over a long period of time. ഈ ഭാഷകളൊക്കെ സംസാരിക്കുന്നത് എന്താണ്? കടമെടുക്കുക അല്ലെങ്കിൽ അവരുടെ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉള്ളത്. ബട്ട് ദേ ആർ ഫാർ outnumbered by words that are built up by addition of parts to already existing word. For every basic word from or root we can build up several words. ഒരു word root നിന്ന് നമുക്ക് പല വേർഡ്സ് ഉണ്ടാകും. ഗ, ഗരേലോ, ഗരാന, ഗരോണ്ട, ഹൗസ്, ഹോംലി, ഫാമിലി, നെസ്റ്റ് കണ്ടോ. അങ്ങനെ കണക്ട് ചെയ്ത് കുറെ വേർഡ്സ് ഉണ്ടാക്കാം. The word nation as the root, the word built by adding element at the end, that is suffixes കണ്ടോ. Word nation as the root and the word built by adding elements. ഒരു റൂട്ട് ഉണ്ടാവുക, അതിനെ ആഡ് ചെയ്യാം അല്ലെ. ദോ, തണ്ടർ, അങ്ങനല്ലേ. ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇപ്പൊ ഇത് എന്താണ്? സഫിക്സ് ആണ്, ഒരു റൂട്ടാണ്. ഗ, ഗറേലോ, ഗരാന, ഗറോണ്ട, ഗ അല്ലെ. അതിനെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. നേഷൻ, നാഷണൽ, നാഷണലിസം, നാഷണലൈസ്, നാഷണലൈസേഷൻ, ഇതൊക്കെ എന്താണ്? സഫിക്സ് ആണ്. ഇറ്റ് ക്യാൻ ബി ബിൽഡ് ബൈ ആഡിങ് എലമെന്റ്സ് അറ്റ് ദ ബിഗിനിങ്, ദാറ്റ് ഇസ് പ്രിഫിക്സ്. സിമിലർലി പ്രിഫിക്സ് എന്താണ്? മുന്നിൽ കൊടുക്കുന്നതിനെയാണ് പ്രിഫിക്സ് കേട്ടോ. ഡിആർ, ഡോക്ടർ അല്ലെ. ഞങ്ങളിപ്പോ സൈ എന്നാണ് എഴുതാറ്, സൈക്കോളജിസ്റ്റ്. സിമിലർലി വി ക്യാൻ ആഡ് സഫിക്സസ് ടു ദ റൂട്ട് വേർഡ് ഡെമോക്രാറ്റ്, that we get democratic, democracy, democratization, or we can add a prefix at undemocratic. കണ്ടോ, സഫിക്സും പ്രഫിക്സും നമ്മൾ എക്സാമ്പിൾസ് ആണ് കേട്ടോ പറയുന്നത്. ഇവിടെ നോക്കിക്കേ, സഫിക്സ് കൊടുത്തു. ഡെമോക്രാറ്റ് എന്ന വേർഡില് ഡെമോക്രാറ്റിക് കണ്ടോ, ഡെമോക്രസി, ഡെമോക്രറ്റൈസേഷൻ, ഇതൊക്കെ എന്താണ്? സഫിക്സുകളാണ്. മുന്നിലാണ് കൊടുക്കുന്നതെങ്കിലോ പ്രഫിക്സ്, അൺഡെമോക്രാറ്റിക്. അപ്പൊ ഇതിൽ 3 കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ഒന്ന് എന്താണ്? അഫിക്സിങ്, അതായത് പല പല ഭാഷകളിൽ നിന്ന് നമ്മൾ കടമെടുത്തുകൊണ്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഫിക്സിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡിന്റെ പുറകിലായിട്ട് നമ്മൾ ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കുന്നതിന് സഫിക്സ് എന്നും, മുൻവശത്താണ് കൊടുത്ത വാക്കുകൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ പ്രിഫിക്സ് എന്നുമാണ് പറയുന്നത്. ഈ 3 കാര്യങ്ങളും പല പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. എഫിക്സിങ്ങും അതുപോലെ തന്നെ സഫിക്സിങ്ങും പ്രിഫിക്സിങ്ങും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ കണ്ടോ, ഒരേ ഗ്രൂപ്പിൽ നിന്ന് വന്ന ഡെമോ എന്നുള്ളത്, അതിന് ക്രാറ്റിക്, ക്രേസിസേഷൻ കൊടുത്തപ്പോ സഫിക്സും, മുന്നിലാണ് ചേർത്തതെങ്കിൽ പ്രിഫിക്സും. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇത്രയും മതി. ബാക്കിയുള്ളതിന്റെ സമയം ഞാൻ വൈകാതെ അറിയിക്കുന്നതാണ്. Hope the class was productive and informative. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അബ്ദുൽ നാഫി signing off. Bye and take care.